നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിനക്ക് കുറച്ചു ദിവസം ഒളിച്ചു താമസിക്കാൻ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തി വെച്ചാ ഞങ്ങൾ വന്നിരിക്കുന്നത്. എവിടെ? പെരുവണ്ണാപുരത്തുള്ള എന്റെ വീട്ടിലേക്ക് നിങ്ങൾ പോയാ മതി. വീട് അടച്ചിട്ടിരിക്കുന്നതാ. വീടിന് 2 താക്കോലും ഉണ്ട്. നിങ്ങള് രാത്രിയോടെ അവിടെ എത്തിയാ മതി. കുറച്ച് കാശ് ഞാൻ നിനക്ക് അയച്ചു തരാം. അതുവരെ നീ ഒന്ന് അവിടെ നിൽക്ക്. ശരിയെന്ന് ഞാൻ പോവാം. ഇത് തച്ചിലെടുത്ത വീടിന്റെ താക്കോല് തന്നെയാ. ഇതാണ് തച്ചിലെടുത്ത വീടിന്റെ താക്കോല്. ശരി, ഞാൻ ഇന്നീന അങ്ങോട്ട് പോവാം. എന്നാ ശരി, നിങ്ങൾ പൊക്കോ. ദിനേശൻ തന്നെ അതിന്റെ പിന്നിലെന്ന് ആർക്കാ മനസ്സിലാക്കാൻ കഴിയാത്തത്? ഇത്തരം ഉടായ്പകൾക്ക് ബിരുദം എടുത്തവനല്ലേ ദിനേശൻ? കിച്ചൻ ഒന്നും അറിയാതെ ഒരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ് മംഗലശ്ശേരിയിലേക്ക് കയറി വരുമെന്ന് ഗൗതം കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. നീ ഈ പറഞ്ഞതുപോലെ ഈ ഒത്തുകളിയിൽ ലച്ചുവിനും ദിനേശനും തുല്യ പങ്കാവുള്ളത്. ലച്ചുവിന്റെ മുഴുവൻ കഥകളും അറിഞ്ഞാണല്ലോ എല്ലാവരെയും വിശ്വസിപ്പിക്കുന്ന രീതിയിൽ മംഗലശ്ശേരിയിൽ വന്നവൻ പെർഫോം ചെയ്തത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ലച്ചുവിന്റെ ഭർത്താവ് ആരെന്ന് അവൻ അറിയാമെന്നല്ലേ? കിച്ചന്റെ വരവിന് പിന്നിൽ സഞ്ജുവിന്റെ മൗനാനുവാദവും ഉണ്ട്. കിച്ചനെ പിടികൂടിയാൽ നമ്മൾ അന്വേഷിക്കുന്ന പല സത്യങ്ങളും പുറത്തുവരും. നീയും ദിനേശനും തമ്മിൽ വെല്ലുവിളി നടന്ന സ്ഥിതിക്ക് ദിനേശൻ വെറുതെ ഇരിക്കില്ല. അവൻ ഇതിനോടകം തന്നെ എപ്പോഴേ ലച്ചുവിനെ നാട് കടത്തിയിട്ടുണ്ടാവും. എനിക്ക് കിച്ചനെ കണ്ടെത്തിയേ പറ്റൂ. അതിന് ഗൗതം എന്നെ സഹായിക്കണം. നിനക്ക് എന്നെ കൊണ്ട് ആവശ്യങ്ങളൊന്നും വേണ്ടായിരുന്നല്ലേ? ഇപ്പൊ പരസ്പരം കുറ്റപ്പെടുത്തുകയല്ലോ വേണ്ടത്. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി ഗൗതം കാണണം. ലച്ചുവിനെ മംഗലശ്ശേരി വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ എന്തിനും ഒപ്പം നിൽക്കാൻ ഞാൻ തയ്യാറാണ്. കിച്ചു എവിടെയുണ്ടെങ്കിലും 2 ദിവസത്തിനുള്ളിൽ ഞാൻ അവനെ പൊക്കിയിരിക്കും. നീ ഇപ്പൊ പൊയ്ക്കോ. മോളെ, നീ ഈ ബാഗ് എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നത്? പോകുന്ന ഞാനല്ല, ആ അമ്മുവാ. അമ്മ എന്തേ കാണിക്കുന്നേ? ലച്ചുവിന്റെ ബാഗ് ഇതാ. വിടങ്ങോട്ടെ ശ്രീകുട്ടി, വിടാന്. വിടങ്ങോട്ടെ ശ്രീകുട്ടി. ഇനി അമ്മൂനെ ഈ വീട്ടിൽ നിർത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. വിട ശ്രീകുട്ടി അങ്ങോട്ട്. അമ്മ എന്തായി കാണിക്കുന്നേ? അമ്മ ഈ നിൽക്കുന്നത് ചന്ദ്രകാന്തത്തിലല്ല,
മംഗലശ്ശേരിയില്ല. വിട്. ചന്ദ്രകാന്തത്തിലെ അവളെങ്കിൽ അമ്മയ്ക്ക് തീരുമാനം എടുക്കാം. ബാഗ് വിടാനാ പറഞ്ഞത്. മോനെ സഞ്ജു, നീ തീരുമാനം എടുക്കണം. ദേ, ഈ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടേ പറ്റൂ. ഇവള് ഈ വീട്ടിൽ കാട്ടിക്കൂട്ടിയതൊക്കെ ശ്രീകുട്ടി മറന്നെങ്കിലും നിനക്ക് മറക്കാൻ പറ്റുമോ? ഓർമ്മ തെറ്റുകൊണ്ട് അമ്മൂന് അങ്ങനെ സംഭവിച്ചു പോയതല്ല വല്യപ്പച്ചേ. ഒരാളൊരു അവസ്ഥയിലെത്തിയ കൈവിട്ട് കളയാണ് വേണ്ടത്. ജീവിതത്തിൽ ഞാനത് ശീലിച്ചിട്ടില്ല. ഇവളിപ്പോ ആ പഴയ അമ്മുവാ. ശ്രീകുട്ടി പറയുന്നല്ലേ നീയും പറയൂ. അമ്മു, നീ നിന്റെ ബാഗും എടുത്ത് ഇറങ്ങിപ്പോ നോക്ക. അവള് പോണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. അമ്മു, ദാ നീ ബാഗ് കൊണ്ട് അകത്തു പോ. അമ്മുനെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. അമ്മു, ഇതുവരെ നല്ല ഭാഷയില്ല ഞാൻ നിന്നോട് സംസാരിച്ചത്. ഇവിടെ ഉള്ളവര് പലതും പറയും. നീ അതൊന്നും കേട്ട് ഇവിടെ നിൽക്കാൻ നോക്കണ്ട. നീ എവിടെയോ ജോലി കിട്ടി പോവാൻ നിന്നതല്ലേ, അവിടേക്ക് പോവാൻ നോക്ക. ഞാൻ പോവാം. ഇല്ല, നീ ഒരിടത്തും പോവില്ല. രാജു, ദാ നീ ഈ ബാഗ് അമ്മുന്റെ റൂമിൽ കൊണ്ടുവയ്ക്ക്. തൊട്ടു പോവരുത് നീ. ഞാൻ എന്താ ചെയ്യേണ്ടത്? കൊണ്ടുപോകാൻ ഞാനാ നിന്നോട് പറയുന്നത്. ശ്രീകുട്ടി, നീ അത് റൂമിലേക്ക് കൊണ്ടുപോയി. എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്താനാ ഞാനിപ്പോ പോകുന്നത്. എന്റെ യാത്ര അതിനു വേണ്ടിയാ. ഞാൻ തിരിച്ചു വരുമ്പോഴും അമ്മ ഇവിടെ ഉണ്ടാവണം. സ്വാതി, നീ എവിടേക്കാ? ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. അമ്മ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കാതെ ചന്ദ്രകാന്തത്തിലേക്ക് പോവാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.